മലബാർ കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് പാർട്ട് 3 മൊഡ്യൂൾ 1 and 2 പാർട്ട് 3 ആണ് ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലടുത്ത ക്വസ്റ്റ്യൻ 100 dice are thrown. Find the expectation of the sum of the numbers thrown. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. 100 ഡൈകൾ നമ്മൾ എന്ത് ചെയ്ത് ത്രോൺ ചെയ്ത്, അതിന് അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് ദി സം ഓഫ് ദ നമ്പേഴ്സ് എന്താണ്? സം ഓഫ് ദ നമ്പേഴ്സ് എന്താണ്? എറിഞ്ഞ ഡൈകളുടെ നമുക്കറിയാം, ആ ഡൈകളുടെ മേലെ കുറെ നമ്പർ കിട്ടുമല്ലോ നമുക്ക്, അതിന്റെയൊക്കെ സമ്മിന്റെ എക്സ്പെക്ടേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ലെറ്റ് x ഈക്വൽ ടു x1 പ്ലസ് x2, 100 ഡൈ ആയതുകൊണ്ട് ഓരോ ഡൈയും എന്ത് ചെയ്ത് x1 x2 എക്സെട്ര x100 എന്ന് കൊടുത്ത്, ഇനി xi ബി ദി ith നമ്പർ, ദി നമ്പർ ഷോൺ ഇൻ ദി ith ത്രോ. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡൈയുടെ അതിലെന്ത് ചെയ്യാം, 100 ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ, ith എന്ന് ഉദ്ദേശിച്ചത് ആ 100 ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ, അതിനെ xi എന്ന് ഡിനോട്ട് ചെയ്ത്. അപ്പൊ e ഓഫ് xi എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1/6 ഇൻറ്റു ഇതൊക്കെ കൂടി കൂട്ടി കഴിഞ്ഞാൽ 6 ഫേസസ് ആണ് അതിനുള്ളത്. അപ്പൊ 1 + 2 + 3 + എക്സെട്ര 6 എന്ന് കിട്ടും. അപ്പൊ ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നിൽ കാൽക്കുലേറ്റർ ചെയ്യുക, അല്ലെങ്കിൽ n×n+1/2 എന്നുള്ള ഫോർമുലയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ n×n+1 പറഞ്ഞാൽ 6×7/2. ഈ 6 ഇവിടെ എഴുതി, 6ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 7/2 ഫോർ ദി ith i. അപ്പൊ ഈ ith iക്ക് പെർട്ടിക്കുലർ iക്ക് വരുന്ന e ഓഫ് xi വരുന്നത്, അതിന്റെ എക്സ്പ്രഷൻ വരുന്നത് ഈ 7/2 എന്നാണ്. ഇനി e ഓഫ് x എന്ന് പറഞ്ഞാൽ ഇതിൽ e ഓഫ് x എന്ന് കൊടുത്താൽ e ഓഫ് x1 പ്ലസ് e ഓഫ് x2 പ്ലസ് എക്സെട്ര e ഓഫ് x100 എന്നാണ് വരുന്നത്. അപ്പോ ഈക്വൽ ടു 100 ഇൻറ്റു ഓരോന്നിന്റെയും 7/2 ആണ്, ഇതിന്റെയും 7/2 ആണ്, ഇതിന്റെയും 7/2 ആണ്, ഇതിന്റെ 100 ആണല്ലോ. അപ്പൊ 100 ഇൻറ്റു 7/2 എന്ന് പറഞ്ഞാൽ 2 ഇതും കൺസിഡർ ചെയ്ത് പോയി. അപ്പൊ 50 കിട്ടും. 50 ഇൻറ്റു 7 350 എന്ന് കിട്ടും. അടുത്തത് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ x ഹാസ് എ PDF f of x ഈക്വൽ ടു kx² e raised to -x, x greater than or equal to 0. Find ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാല്യൂ ഓഫ് k, രണ്ടാമത്തത് മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ PDF തന്നിട്ടുണ്ട്, k ഇൻറ്റു x² e raised to -x തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കാണണം, മീനും കാണണം. നമുക്കറിയാം, പിന്നെ ഇതൊരു PDF ആയതുകൊണ്ട്, ഇതൊരു PDF ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇന്റഗ്രൽ 0 to ∞ പിന്നെ f of x dx എന്തായിരിക്കും? ഇവിടെ 0 to ∞ എന്ന് പറയാൻ കാരണം x greater than or equal to 0 ആണ്. കാരണം അതിന്റെ അർത്ഥം 0 to ∞ എന്നാണ്. അല്ലാത്ത കേസിലൊക്കെ നമ്മൾ -∞ to ∞ എന്നാണ് നോർമൽ കേസിൽ എഴുതല്. ഇവിടെ x greater than or equal to 0 തന്നത് കൊണ്ട് 0 to ∞ എന്ന് എഴുതിയാൽ മതി. f of x dx ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി f of x ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് kx² e raised to -x dx ഈക്വൽ ടു 1. ഈ k കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്ത് x² e raised to -x dx. ഇനി ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്ത്, അപ്പൊ k ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോ x² ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് e raised to -x പറഞ്ഞാൽ e raised to -x by -1 ആണ്. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x എന്ന് കിട്ടും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to -x ഇൻറ്റു e raised to -x ഡിവൈഡ് ബൈ -1 ഇൻറ്റു -1 പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോ e raised to -x by 1 കിട്ടും. പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to -x by -1 വീണ്ടും ഉണ്ടാവും, e raised to -x by -1. ഇനി 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടേം 0 വരുന്നത് കൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇന്റർവൽ 0 to ∞ ഈക്വൽ ടു 1. ഇനി k പുറത്തേക്ക് എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ ലിമിറ്റ് ∞ കൊടുത്താൽ e raised to -∞ 0 ആണ്. ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ 0 മൾട്ടിപ്ലൈ ബൈ എനി നമ്പർ 0 ആണ്. അപ്പൊ 0 - 0 എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് ബ്രാക്കറ്റ് ഞാൻ എഴുതി. അപ്പർ ലിമിറ്റ് e raised to -∞ കൊടുത്താൽ 0 ആണ്. ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ 2 × 0 0 ആണ്. പ്ലസ് ഇവിടെ വീണ്ടും അപ്പർ ലിമിറ്റ് ∞ കൊടുത്താൽ e raised to -0 0 ആണ്. e raised to -∞ 0 ആണ്. -2 ഇൻറ്റു ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ e raised to 0 1 ആണ്. 1/-1 ഉണ്ടാവും. അപ്പൊ ഈ മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെറും 2 എന്ന് മാത്രം ഉണ്ടാവും. അപ്പൊ 2k ഈക്വൽ ടു 1 കിട്ടും, k ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പൊ kയുടെ വാല്യൂ കിട്ടി, k ഈക്വൽ ടു 1/2. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞ് k ഈക്വൽ ടു 1/2. ഇനി മീൻ കാണാൻ വേണ്ടി നമ്മൾ മീൻ e ഓഫ് x ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ∞ x f of x dx. ഇനി f of x നെ നമ്മൾ എന്ത് ചെയ്ത് k x² e raised to -x എന്നാണ്. k നമ്മൾ കണ്ടുപിടിച്ചത് കൊണ്ട് അവിടെ 1/2 എന്ന് എഴുതി. 1/2 x² e raised to -x dx. അപ്പോ 1/2 എന്നുള്ളത് പുറത്തേക്ക് എടുത്ത് 1/2 നമ്മൾ പുറത്തേക്ക് എടുത്ത് ബാക്കി ഇന്റഗ്രൽ 0 to ∞ x × x² പറഞ്ഞാൽ x³ ആണ്. e raised to -x dx. അപ്പൊ ഇവിടെ വീണ്ടും രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മെത്തേഡ് ആണ്.
1/2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 1 മൈനസ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² ആണ്. ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഇവിടെ -1 ഉള്ളതുകൊണ്ട് -1 ഇൻറ്റു -1 പോസിറ്റീവ് വരും. അപ്പോൾ 1 ഉണ്ടാവും. ഇതിനെ വീണ്ടും ഈ ഫംഗ്ഷനെ 3x² നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത് 6x ആണ്. ഇ റേസ് ടു മൈനസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1 എന്ന് വരും. ഇനി 6xന്റെ ഡെറിവേറ്റീവ് വീണ്ടും 6 ആണ്. ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1ന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ -1 ഇൻറ്റു -1 പറഞ്ഞാൽ 1 ആണ്. ഇനി 6ന്റെ ഡെറിവേറ്റീവ് എടുത്ത് 0 ആയതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. 0 ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ 0 മൾട്ടിപ്ലൈ ബൈ അതും 0 ആണ്. അതേപോലെ തന്നെ ഇവിടെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, 3 ഇൻറ്റു 0 അതും 0 ആണ്. ഇവിടെ അങ്ങനെ തന്നെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, 6 ഇൻറ്റു 0 0 ആണ്. -6 ഇൻറ്റു ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞാൽ പിന്നെ 0 ആണ്. അപ്പൊ ഇവിടെ 0 എന്ന് എഴുതി. ഇനി 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു 0 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് പറഞ്ഞാൽ 0 മൈനസ് ലോവർ ലിമിറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു 0 പറഞ്ഞാൽ 1 ആണ്. 1/1. അപ്പോൾ -6 ഇൻറ്റു -1 പറഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് പറഞ്ഞാൽ പോസിറ്റീവ് 6 മാത്രം ഉണ്ടാവും. അപ്പൊ 6/2 എന്നുണ്ടാവും. 6/2 എന്ന് പറഞ്ഞാൽ 3. ഇതാണ് നമ്മുടെ ഇ ഓഫ് x². ഇതാണ് നമ്മുടെ ഇ ഓഫ് എക്സ് മീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അടുത്ത ക്വസ്റ്റ്യനും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ഇഫ് എക്സ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ 1 ആൻഡ് വേരിയൻസ് 4/3, ഫൈൻഡ് പി ഓഫ് മോഡുലസ് ഓഫ് x - 2 <2. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ മീൻ ഓഫ് യു ഡി നമുക്കറിയാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മീനും തന്നിട്ടുണ്ട്, വേരിയൻസും തന്നിട്ടുണ്ട്. നമുക്കറിയാം മീൻ എന്ന് പറഞ്ഞാൽ α + β/2 ആണ്. അപ്പൊ ഇതിൽ നിന്ന് α + β/2 ഈ 2നെ പുറത്ത് കൊണ്ടുകഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇനി വേരിയൻസ് എന്ന് പറഞ്ഞാൽ β - α² 12 അത് ഇവിടെ തന്നിട്ടുണ്ട് 4/3 ആണെന്ന്. അപ്പൊ 4/3 എന്ന് എഴുതി. അപ്പൊ β - α² എന്ന് പറഞ്ഞാൽ 12നെ പുറത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഇവിടെ 12 മൾട്ടിപ്ലൈ ബൈ 4/3 കിട്ടും. അപ്പൊ ഈ 12ഉം 3യും ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. 4 ഇൻറ്റു 4 16 കിട്ടും. അപ്പൊ β - α² പറഞ്ഞാൽ 16 ആയതുകൊണ്ട് 16 എന്ന് പറഞ്ഞാൽ 4² ആണ്. അപ്പൊ β - α പറഞ്ഞാൽ 4 ആയിരിക്കും. അപ്പൊ നമുക്ക് β - α 4ഉം β + α 2ഉം കിട്ടി. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2β = ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2β = 4 രണ്ടും കൂടി കൂട്ടി 6 ആണ്. അപ്പൊ β = 6/2 വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി ഇത് ഈ ബീറ്റ എന്നുള്ളത് ഏതെങ്കിലും ഒന്നിൽ കൊടുക്കുക. ഞാനിവിടെ ഈ ആൽഫ = 2 - ബീറ്റ ഇതാണ് എടുത്തുക്കുന്നത്. 1 ആണ് എടുത്തുക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1ൽ നിന്ന് ആൽഫ = 2 - ഈ ബീറ്റിനെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -ബീറ്റ എന്ന് വരും. അപ്പൊ 2 - 3 എന്ന് വരും. ബീറ്റ പറഞ്ഞാൽ 3 അല്ലേ? അപ്പൊ 2 - 3 പറഞ്ഞാൽ -1. അപ്പൊ ആൽഫ -1ഉം ബീറ്റ 3യും കിട്ടി. അപ്പൊ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിന്ന് കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് ആൽഫയും ബീറ്റയാണ്. അപ്പൊ നമുക്ക് ആൽഫ ബീറ്റ കിട്ടി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് f(x) എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിന്റെ f(x) ഇങ്ങനെ കിട്ടും. 1/β - ആൽഫ, ആൽഫ <x β എന്ന് കിട്ടും. അപ്പോ 1/3 - -1. 3 എന്ന് പറഞ്ഞാൽ ആൽഫ നമുക്ക് പിന്നെ കിട്ടിയല്ലോ. -1ഉം ബീറ്റ 3യും. ബീറ്റ - ആൽഫ പറഞ്ഞാൽ 3 - -1 വരും. അപ്പൊ 3 - -1 പറഞ്ഞാൽ 1/4 -1 <x 3 = 0 അതർവൈസ്. ഇനി നമുക്ക് കാണാനുള്ളത് ക്വസ്റ്റ്യനിൽ കാണാനുള്ളത് പി ഓഫ് മോഡുലസ് ഓഫ് x - 2 <2 എന്നാണ്. എന്താണെന്ന് കാണണം. അപ്പോ ഈ മോഡുലസ് ഓഫ് x - 2 x എന്നുള്ളത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അതിന്റെ അർത്ഥം മോഡുലസ് ഓഫ് x - 2 <2 എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ മോഡുലസ് ഓഫ് x <a എന്ന് പറഞ്ഞാൽ -a x a എന്നാണ് അർത്ഥം. അപ്പൊ മോഡുലസ് ഓഫ് x - 2 എന്ന് പറഞ്ഞ അർത്ഥം x - 2 <2 എന്ന് പറഞ്ഞ അർത്ഥം -2. ഇത് പ്ലസ് ഓർ മൈനസ് ഡിഫറൻസ് വരും. ഈ 2 എന്നർത്ഥം. ഈ 2 അതാണ് ഈ -2 എന്ന് എഴുതിക്കുന്നത്. -2 x - 2 <2 എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഈ x - 2ന്റെ അവിടെയുള്ള ഈ -2 കളയാൻ വേണ്ടി എല്ലായിടത്തും എന്ത് ചെയ്ത് 2 കൊണ്ട് ആഡ് ചെയ്ത് +2 ഇവിടെ +2 ഇവിടെ +2. അപ്പൊ 0 ഇത് -2 +2 ക്യാൻസൽ ചെയ്ത് പോയി 0 എന്ന് കിട്ടി. ഇതിനെ ഈ 2 2 ക്യാൻസൽ ചെയ്ത് പോയി x എന്ന് കിട്ടി. ഇതിനെ 2 + 2 4 എന്ന് കിട്ടും. അപ്പൊ ഇത് 0 to 4 ആണ് വരുന്നത്. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ P of 0 < x <4 എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഇതിനെ 0 to 4 ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. f(x) dx. ഇനി f(x) നമുക്ക് ഇവിടെ കിട്ടി നേരത്തെ 1/4. 0 to 3 1/4 dx. ഇനി നമുക്കറിയാം ഇതിന്റെ നമ്മുടെ ലിമിറ്റ് വരുന്നത് 0 to 3 ആണ്. നമുക്ക് ഇവിടെ 0 to 4 എന്നുള്ളത് 0 to 3 എന്ന് എഴുതാൻ കാരണം നമ്മുടെ ലിമിറ്റ് വരുന്നത് 3 വരെ വരുന്നതുള്ളൂ. -1 മുതൽ 3 വരെ. 3 മുതലുള്ളതൊക്കെ 0 ആണ് അല്ലെ?
ഈക്വൽ ടു 0 അതർവൈസ് അല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 വരെ എടുത്താൽ മതി. 0 to 4 എന്നുള്ളത് ഇപ്പൊ 0 to -1 to 3യുടെ ഇടയിലാണ് 0 to 3 വരുന്നത്. അപ്പോ 0 to 3 എന്ന് എഴുതിയാൽ മതി ഇവിടെ. ഈ 0 അപ്പൊ 3 to 4 0 ആണ്. അപ്പൊ 4 ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. 0 to 3 എടുത്താൽ മതി എന്നർത്ഥം. 0 to 3 f of x 1/4 dx പ്ലസ് 3 to 4 ഉണ്ടല്ലേ. 3 to 4 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കാരണം ഇത്രയും ഭാഗം 0 ആണല്ലോ. ഇത് 0 ആണ്. അപ്പൊ ഇത് 0 ആയതുകൊണ്ട് ഇത് എഴുതണമെന്നില്ല, ശരിക്കും ഞാനിവിടെ കാണിച്ചെന്നുള്ളൂ. ഇനി അപ്പോ 0 to 3 ഇന്റഗ്രൽ 0 to 3 1/4 dx എന്ന് കിട്ടും. ഇനി 1/4 പുറത്തേക്ക് എടുത്ത് x dx എന്ന് കിട്ടും. അപ്പൊ സോറി, വെറും dx എന്ന് കിട്ടും. dx നെ ഇന്റഗ്രേറ്റ് ചെയ്ത x എന്ന് കിട്ടും. 0 to 3 അപ്പൊ പറഞ്ഞാൽ 3 - 0 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. അപ്പൊ 3/4 എന്ന് കിട്ടും. This is what about this question. അടുത്ത ചോദ്യം, the time in hours required to repair a machine is exponentially distributed with mean 20. What is the probability that the required time exceeds 30 hours between 16 hours and 24 hours? ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു ടൈം ഇൻ അവേഴ്സ് റിക്വയർഡ് ടു റിപ്പയർ എ മെഷീൻ, ഒരു മെഷീൻ റിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന്റെ മീൻ 20 തന്നിട്ടുണ്ട്, മീൻ 20 മാത്രം തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ റിക്വയർഡ് ടൈം 30 അവർ കൂടാനുള്ള ചാൻസ് എന്താണ്, 16നും 24നും ഇടയ്ക്ക് വരാനുള്ള ചാൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മീൻ ഇവിടെ തന്നിട്ടുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ എന്ന് പറഞ്ഞാൽ ബീറ്റയാണ്. ബീറ്റ ഈക്വൽ ടു 20 തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f of x equal to 1/β e raised to -x by β ആണ്. അതിലെ ബീറ്റയ്ക്ക് വാല്യൂ കൊടുത്താൽ 1/20 e raised to -x by 20 x greater than 0. ഇനി p of required time exceeds 3 hours പറഞ്ഞാൽ p of x greater than 30 എന്നാണ് അർത്ഥം. exceeds പറഞ്ഞാൽ കൂടുക എന്നർത്ഥം, എന്ന് പറഞ്ഞാൽ greater than 30 എന്നാണ് അർത്ഥം. അപ്പൊ 30 മുതൽ ഇൻഫിനിറ്റി വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നർത്ഥം. f of x dx 30 to infinity f of x ന് കൊടുത്ത് 1/20 e raised to -x by 20 dx. ഇനി e raised to -x by 20 നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to -x by 20 1/20 പുറത്തേക്ക് എടുത്ത് കോൺസ്റ്റന്റ് ആണ്. e raised to -x by 20 by -1/20 എന്ന് കിട്ടും. x ന്റെ കൂടെ വരുന്നത് -1/20 ആയതുകൊണ്ട് by -1/20. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി, ലോവർ ലിമിറ്റ് 30. അപ്പൊ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ e raised to -infinity 0 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് 30 കൊടുത്തു കഴിഞ്ഞാൽ -30/20 എന്ന് കിട്ടും. -30/20 by -1/20 എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി. ഇനി മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് ആയി 1/20 എന്നുള്ളത് 20 ആയി മാറും. 1/1/20 ആണ്, അപ്പൊ അത് 20 ആയി മാറും. അപ്പൊ 1/20 × 20 e raised to 0 ക്യാൻസൽ കഴിഞ്ഞാൽ -3/2 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ ബാക്കി വരുന്നത് e raised to -3/2. അത് കാൽക്കുലേറ്ററിൽ 0.22313 എന്ന് കിട്ടും. ഇനി അടുത്തത് ഇൻ ബിറ്റ്വീൻ 60 hours and 24 hours ആണ്. അതായത് p of 16 less than x less than 24 എന്നാണ് അർത്ഥം. അപ്പൊ 16 to 24 f of x dx ഇന്റഗ്രൽ. അപ്പോ f of x ന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/20 പുറത്തേക്ക് എടുത്ത് e raised to x by 20 നെ ഇന്റഗ്രേറ്റ് ചെയ്ത് 16/24 ആണ് ഇന്റർവൽ വരുന്നത്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് 24 കൊടുത്തു കഴിഞ്ഞാൽ e raised to -24/20 എന്ന് കിട്ടും. 1/20 പുറത്തേക്ക് എടുത്ത് എഴുതി. ഇനി ഡിവൈഡ് ബൈ -1/20 എന്നുള്ളത് എന്തായി മാറി, ഇതിനെ ഞാൻ -20 ഇൻറ്റു -20/1 പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്. ഈ ഡിവൈഡ് ബൈ ഇത് രണ്ടിൽ കോമൺ ആയി വരുന്നതുകൊണ്ട് ഇൻറ്റു -20/1 ഇതിന് എഴുതാൻ പറ്റും. ഇനി ലോവർ ലിമിറ്റ് 16 കൊടുത്തു കഴിഞ്ഞാൽ e raised to -16/20 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നേരിട്ട് കാൽക്കുലേറ്ററിൽ എഴുതിയാലും മതി. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് e raised to ഇത് -6/5 ആണ്, ഇത് e raised to -4/5 ആണ്. ഇനി ഇങ്ങനൊന്നും എഴുതിയില്ലെങ്കിലും നേരിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.148135 എന്ന് 148135 എന്ന് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ പാർട്ട് 3. താങ്ക്സ് ഫോർ വാച്ചിങ്.